നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളിത് എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? എന്താ മോളെ ഉണ്ടായേ? സത്യടമ്മ എന്നോട് ക്ഷമിക്കണം. ആരും അറിയാതെ ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നു. സർ, ഒരു സ്കൂൾ ബാഗ് കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ. സാർ, അത് എന്റെ ബാഗാ. മോളുടെ ബാഗായിരുന്നോ? ആ, എന്താണ് ആ കുഞ്ഞിന്റെ ബാഗാണ് എടുത്തോണ്ട് വരുന്നത്? സോറി സർ, അതവിടെ കിടക്കുന്ന കണ്ടപ്പോ എന്താ മോളുടെ പേര്? സത്യ. ആ, നല്ല പേരാണല്ലോ. നോക്കട്ടെ, ആ ബാഗ് ഒന്ന് കാണിച്ചേ. ഇത് ഞങ്ങളുടെ പപ്പിമോളുടെ ബാഗ് തന്നെയാ. വിഷ്ണു ഇടാ, ഇത് പപ്പിമോളുടെ ബാഗ് തന്നെയല്ലേ? നോക്ക്. നോക്കടാ. തുറന്നു നോക്കണോ? ഇങ്ങ് തരൂ. എടാ, സാർ, പത്മിനി എന്നാ ഇതില്? ഇങ്ങോട്ട് എടുക്കണോ? സാർ, ഞാൻ പറഞ്ഞില്ലേ കൊച്ചി ഇവിടെ തന്നെ ഉണ്ട്. സാർ, ഇവിടെ അറിയാതെ പപ്പി എവിടെയും പോവില്ല. സാർ, ഇവളോട് ചോദിക്ക് എന്റെ കുഞ്ഞിനെ കൊന്നോ ഇല്ലയോന്ന്. ശാരദ, എന്തായത്? ഈ ബാഗ് എങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല ഗോപാലേട്ടാ. അത് തന്നെയാണോ എനിക്കും അറിയേണ്ടത്? കൊച്ചെന്തേടോ? കൊച്ചിനെ നീ എന്ത് ചെയ്തെന്ന്? ഞാനോ? ഞാൻ കൊച്ചിന്റെ മുത്തച്ഛനാ. എടോ, ഇടുക്കി കഴിഞ്ഞ ദിവസം 10 വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന് മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചതേ കൊച്ചിന്റെ അച്ഛനാണോ? അറിയണോ? താൻ അച്ഛനല്ലല്ലോ, മുത്തച്ഛനല്ലേടോ. അപ്പോ അതിനപ്പുറം ചെയ്യാം. പിടിച്ച് കേട്ടണോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കൊച്ചുമോളെ ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ എന്തൊക്കെയാ സാറേ കാണിക്കുന്നേ? സത്യം തെളിയിക്കാൻ പോലീസിന്റെ പല മാർഗങ്ങളുണ്ട്. അതിന്റെ ചില ചടങ്ങുകളായി നടക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. മേഡം, തെളിവുകൾ മേഡത്തിനെതിരാണ്. മേഡത്തെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സ്റ്റേഷൻ വരെ കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ ആയാലും മന്ത്രിയായാലും കുറ്റം തെളിയിക്കാൻ പോലീസിന് ചോദ്യം ചെയ്യാതിരിക്കാനാവില്ല മേഡം. ചന്ദ്രബോസ്, നീ മിണ്ടരുത്. ഇത് പിടിക്കണം. വിഷ്ണു, നീ ഇതിൽ ഇടപെടരുത്. അവര് പറയിപ്പിച്ചോളും പപ്പിമോളെ എവിടെ അവളെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്. മേഡം, നമുക്ക് അങ്ങോട്ട് പോയാലോ? പപ്പിമോളുടെ മിസ്സിങ്ങിന് പിന്നിലും ഈ ബാഗ് ഇവിടെ എങ്ങനെ വന്നു എന്നതിലും ഞങ്ങൾക്കൊരു പങ്കുമില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്ക് ശക്തമായ തിരിച്ചടി തരാൻ ഒരുങ്ങി നിന്ന ആളല്ലേ. ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാനങ്ങനെ ദൈവത്തെ ഒന്നും വിളിക്കുന്ന ആളല്ല. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അങ്ങനെ ഒരാളുണ്ട്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പന്ത് എന്റെ കോർട്ടിലേക്ക് തിരിച്ചു വരത്തില്ലല്ലോ. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്കങ്ങ് പോയേക്കാം. എന്താ വേണം? മോളെ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ അമ്മ, തടസ്സപ്പെടുത്തണ്ട. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്ക് അവസരം തന്നതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയാടി. നിന്റെ ഈ ജോലിയുണ്ടല്ലോ, അത് ഇന്നോടുകൂടി തീരും.
പിന്നെ നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് അരിമാവ് കുഴച്ച് ജീവിക്കാം. സാർ, ഡിസ്ട്രിക്ട് കളക്ടറാ, അവർക്ക് അവരുടെ വണ്ടി വരാനുള്ള അവകാശമുണ്ട്. താനെ നിയമമൊന്നും പഠിപ്പിക്കണ്ട. വിലങ്ങ് വെക്കാത്ത തന്നെ എന്റെ കാരുണ്യാന്ന് കരുതിയാ മതി. പിടിച്ച് കയറ്റവരെ. മാഡം, സത്യയുടെ അമ്മേ, പപ്പി, ഈശ്വരൻ. മോളിത് എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ എത്രമാത്രം വിഷമിച്ചു എന്നറിയാം. എന്താ മോളെ ഉണ്ടായേ? സത്യയുടെ അമ്മ എന്നോട് ക്ഷമിക്കണം. ആരും അറിയാതെ ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നു. സത്യക്ക് മാത്രമേ അതറിയായിരുന്നുള്ളൂ. മോളെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാ. വിഷ്ണു അച്ഛന്റെ കല്യാണം മുടങ്ങാൻ വേണ്ടിയാ. വിഷ്ണു അച്ഛന്റെ കല്യാണം മുടങ്ങിയ വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ കല്യാണം കഴിക്കുമല്ലോ. എങ്കിലത് ഇവരോടുകൂടി പറ മോളെ. ഇല്ലെങ്കിൽ മോളുടെ സത്യയുടെ അമ്മ പോലീസും ഉണ്ടാവും. വിഷ്ണു, അമ്മേ, അമ്മയോട് പറഞ്ഞു കേട്ടില്ലേ? ഇതിൽ ശാലിനിക്കോ ഇവിടെയുള്ളവർക്കോ യാതൊരു പങ്കുമില്ല. മോളെ, മോള് ധൈര്യമായിട്ട് പറഞ്ഞു. സാറേ, സത്യയുടെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തനിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ. ഇവർക്കൊന്നും അറിയില്ല ഞാനിവിടെ നിന്ന കാര്യം. സത്യയുടെ മുറിയിലാ ഞാൻ കഴിഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ പപ്പിയെ സപ്പോർട്ട് ചെയ്തതാ. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.